ഫ്രണ്ട്സ് ഇതൊരു അണ്ടർഗ്രൗണ്ട് ചേംബർ കേട്ടോ. വളരെ വിചിത്രമായൊരു തീമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഹംപി ഡേയുടെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലോട്ടസ് ടെമ്പിൾ, പിന്നെ എന്തായിരുന്നു അണ്ടർഗ്രൗണ്ട് പാലസ്, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, ക്വീൻസ് ബാത്ത്, ഹിപ്പി ഐലൻഡ്, പിന്നെ ഹിപ്പി ഐലൻഡ് പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇറങ്ങിക്കാൻ ഞാൻ കയറാം. പട്ടിയോ കുരങ്ങോ എന്തൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ആണോ? കേട്ടെ. മടുക്കൂടി മടുക്കുവോ? ഇവിടെ എല്ലാം കടകളുണ്ടായിരുന്നു റോഡ് സൈഡിൽ. നമ്മള് വീണ്ടും ഇന്നലത്തെ കേറ്റെത്താറായി. ചേട്ടൻ തന്നെ ഇറക്കാനുള്ള സമയമായി. മാക്സിമം പോട്ടെ, മാക്സിമം പോട്ടെ. ആ പോട്ടെ. പറപ്പിട്ട് വീഴാപ്പാ. നിന്നോ പോട്ടെ. കഴിഞ്ഞോളൂ. മറ്റേ വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇതുപോലത്തെ വണ്ടി ഇന്നലെ ഈ വണ്ടി മാത്രമേ എനിക്ക് വണ്ടി അത്ര നല്ല കണ്ടീഷനൊന്നും ജയിച്ചോ? നാലെണ്ണം നിന്ന് ഗുണമായില്ലേ? അതെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം സ്ഥലമാണ് കേട്ടോ, കാണാനുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം എന്നാലും നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ സ്ഥലത്തിലേക്ക് പോകണം, ക്വീൻസ് ബാത്ത്. അപ്പം ഇവിടെ ഒരു ഫേമസ് ആയ കുളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അഗ്നി കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അഗ്നി കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കാം, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. വലിയൊരു കോട്ടയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഒരിക്കലും വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. അടുത്ത് വലിയ കാനെല്ലാം കുഴിച്ചിട്ടുണ്ട്. അല്ലടി, വലിയ കാനയൊക്കെ കുഴിച്ചിട്ടുണ്ട്. രാജ്ഞി കുളിക്കുന്നിടത്ത് വേറെ ആരും വരരുതെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മുതലേക്ക്.
ഇത് വെച്ചിട്ട് ഭയങ്കര തേച്ച് മിനിക്കൊരു കെട്ടിടം അല്ലേ, കല്ല് വെച്ച് പണിത് സെറ്റപ്പ്. ഓ ഇത് അല്ല, ഇവിടെ കുളമൊന്നും ഇത് ഏരിയ പോലെ അങ്ങനെ എന്തൊരു സെറ്റപ്പാണ്. ഓ ഇതിൻ്റെ 3 ചുറ്റും ഇത് കല്ല് വെച്ച് കെട്ടിയേക്കുവാ. ഇത് മാത്രമേ വഴിയുള്ളൂ കേട്ടോ, ബാക്കി എല്ലായിടത്തും കല്ല് വെച്ച് കെട്ടി കാന ഉണ്ടാക്കിയിട്ടേക്കുവാ. ഓ ഈ ഗഡി ഇവിടെ പൂട്ടിയിട്ടേക്കുവാ കേട്ടോ. ഇതേ ഉള്ളൂ സംഗതി. വെള്ളം ഇവിടെ വന്ന് നിറയും. ഇതവരുടെ സ്വിമ്മിംഗ് പൂളായിരുന്നു. എൻട്രൻസ് ഉണ്ടോ? ഓ ഓക്കെ. ക്വീൻസ് ബാത്ത് എന്ന് പേരുണ്ടെങ്കിലും കൊട്ടാരത്തിലെ രാജ്ഞിമാർ മാത്രം കുളിച്ചിരുന്ന ഒരു സ്ഥലമല്ല ഇത്. ഇത് രാജകൊട്ടാരത്തിലെ എല്ലാവരും, രാജാക്കന്മാരടക്കം എല്ലാവരും വളരെ ലക്ഷറിയസ് ആയിട്ട് കുളിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ചുറ്റും നമ്മൾ കണ്ട ചെറിയ കനാല് പോലത്തെ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഈ പാത്തിയിലൂടെ വെള്ളം ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുവരികയും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അവർ കുളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ കുളിക്കുന്നതിനിടയിൽ വർത്തമാനം പറയാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറിയ കൊത്തളങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫൊക്കെ വളരെ മനോഹരമായ കൊത്തുപണികളോടൊക്കെ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ഉള്ള ഒരു ആർക്കിടെക്ചറാണ്. വിജയനഗര കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചതാണ്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ മാത്രമല്ല, ഇസ്ലാമിക് ആർക്കിടെക്ചറും കൂടെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി. അത് നല്ലൊരു സ്റ്റെപ്പാണ്, നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഇത് ലോക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് എൻട്രി ഇല്ല. അതാണ് പാലസ് എൻക്ലോസർ തോന്നുന്നു കേട്ടോ. ഒരു ടെമ്പിൾ പോലെ, അതാണ് നമ്മൾ നേരത്തെ കണ്ട. എന്നാ വലിയൊരു നഗരമല്ലേ ഇതെന്റെ വേറെ ഭാഗം. നമ്മൾ ഇന്നലെ മറ്റേ വിരുപക്ഷി ടെമ്പിളോട് എന്തെല്ലാം കണ്ടു. ഇവിടെയും വേറെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അങ്ങ് പാറയുടെ മുകളിലുണ്ട് എന്തോ സാധനം. ഇതാണ് പാലസ് എൻക്ലോസർ എന്ന് തോന്നുന്നു. ഇതൊരു ഒറ്റ കല്ല് കൊത്തിയിരിക്കുന്ന വാതിലാട്ടോ. അമ്പോ, അതിൻ്റെ 2 പാളി ചാരി വെച്ചേക്കുന്നതാണ്. ഇത് മിക്കവാറും ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ വെച്ചതായിരിക്കും. ഞങ്ങളിപ്പോൾ നേരെ പോയിരിക്കുന്നത് പാലസ് എൻക്ലോഷർ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്കാണ്. വളരെ വലിയ കല്ലുകൾ കൊണ്ട് വളരെ ഉയരത്തിൽ പൊക്കിക്കെട്ടിയിരിക്കുന്ന ഒരു മതിലിൻ്റെ ഉള്ളിലാണ് ഇത്. ഒത്തിരി കെട്ടിട സമുച്ചയങ്ങളുടെ നശിക്കപ്പെട്ട രീതിയിലുള്ള അതിൻ്റെ ബേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വിശാലമായൊരു സ്പേസാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ കല്ല് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ്.
നമ്മൾ ഈ കാണുന്ന ഈ വലിയ സ്റ്റേജ് പോലെയുള്ള ഈ മണ്ഡപം അല്ലെങ്കിൽ ഈ സ്റ്റേജ് പണ്ട് കാലത്ത് ഫെസ്റ്റിവൽ സമയത്ത്, ദസറ പോലുള്ള ഫെസ്റ്റിവൽ സമയത്ത് രാജാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ കാണാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേജാണ്. അതിൻ്റെ മുകളിൽ രാജാക്കന്മാരെല്ലാം വന്നിരുന്ന് അകലെ നടക്കുന്ന താഴെ നടക്കുന്ന പരിപാടികളെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. വളരെ ഗ്രാൻഡായിട്ടാട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കുകൾ വളരെ, നമ്മളിപ്പോൾ അകലെ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് പോലെ തോന്നുമെങ്കിലും ക്ലോസ് ആയിട്ട് ചെല്ലുമ്പോൾ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊത്തുപണികളും ആർട്ട് വർക്കുകളും ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്തോ ഒരു രാജാവാണോ ആരെയോ ഈ പറയുന്ന പോലെ ആരെയോ നിൽക്കുന്നു. അതെ, ദൈവമാണോ? അദ്ദേഹത്തെ നമസ്കരിച്ചൊരു 4 പേര്. പുറകിൽ എന്തോ ഒരാൾ വീശുന്നതാന്ന് തോന്നുന്നു ചാമരം. ഇതൊക്കെ കണ്ടോ? ഇതെല്ലാം കുറച്ച് പോയി. നോക്കിയേ, ഒരു ലേഡി വിത്ത് വാള്, ലേഡി വിത്ത് എ സോഡ്. ഈ ലേഡി ഒരു ഭാണ്ഡമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അതെ, ഒരു ഭാണ്ഡം പോലെ എന്തോ ഒരു സാധനം അല്ലേ? തുണി കണ്ടോ? തുണി മടങ്ങിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട്. ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ട്. ഡാൻസ് ഫോംസ്. എന്നാ വർക്കല്ലേ, എത്ര പേര്. അത് കല്ല് തന്നെ പല പാറ്റേൺ ഉണ്ടെന്ന് തോന്നുന്നു. വെളുത്ത കല്ലും ബ്ലാക്ക് കല്ലും മിക്സ് അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡാൻസ് ഫോമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുറേ സ്ഥലങ്ങളിൽ നരസിംഹം ഉണ്ടെന്നുള്ളതാണ്. മിക്കവാറും ക്വീൻസ് ബാത്തിലും കണ്ടു നരസിംഹത്തിൻ്റെ അല്ലേ? അതൊക്കെ മൈന്യൂട്ട് വർക്കുകൾ കേട്ടോ. ഓരോ കല്ല് അതിന് ശേഷം കല്ലൊക്കെ ചുമ്മാ തടി കൊത്തണ പോലെ കൊത്തിയെടുത്തേക്കോ. ഇത് കൊമ്പനാണ്. ഇത് പ്രത്യേക കല്ലാന്ന് തോന്നുന്നു. അത് ഇത് വരുന്നതാണ്. ഓരോ കല്ലിനും വ്യത്യാസമുണ്ടോ? അല്ലേ? അത് തടിയാണോ? അല്ല, കല്ലിനാ അല്ലേ? പക്ഷെ അതൊക്കെ ഒരു തടി നിൽക്കുന്ന പോലെ അല്ലേ ഇരിക്കണ, ഒരു വരയും പാടൊക്കെ ആയിട്ട്. ടെമ്പിളിന്റെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോ. ഇത് തൂണുകള് എല്ലാം കൊത്തിയിട്ടുണ്ട്. ഈ വർക്ക് ഭയങ്കര വർക്ക് തന്നെ. നരസിംഹത്തിനെ കണ്ടോ? മിക്കവാറും എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും ഇവിടെ നരസിംഹം ഉണ്ട്. നരസിംഹ? ഓ, അതേ വേറെ സിംഹമാണോ? നരസിംഹം. അങ്ങനെയാണോ നരസിംഹം ഇരിക്കുന്നത്? ഓ, കൊള്ളാട്ടോ. എനിക്ക് ചെറിയ പാറ്റേൺസ്, ശരിക്കും ഇങ്ങനെ ഈ പാറ്റേൺസിൻ്റെ ഇതിൻ്റെ ഒക്കെ നമ്മൾ വലിയ പുരോഗതി ഒന്നും സംഭവിച്ചില്ല തോന്നുന്നു അല്ലേ? കാരണം ഇപ്പോഴും ഉള്ള തുണികളിലും അവിടെ ഡ്രസ്സുകളിലൊക്കെ ഇതേ പാറ്റേൺസ് തന്നെ കാണാറില്ലേ? അപ്പോൾ നമുക്ക് മുകളിൽ കയറിയാലോ. നമ്മൾ മുകളിലേക്ക് പോകണം ഗൈസ്. നല്ല സ്റ്റീപ്പ് സ്റ്റെപ്പാട്ടോ. രാജാവൊക്കെ എങ്ങനെ കയറൂലേ? മുട്ടിനാനൊക്കെ യുദ്ധത്തിനൊക്കെ പോയിട്ടേ ആകെ മുട്ടിനാനൊക്കെ ആയിരിക്കില്ല ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന്. അമ്പോ, എല്ലാ മലയുടെ മുകളിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ഒരു ക്ഷേത്രമോ. ഇത് നമ്മൾ പോയ ആ വാച്ച് ടവറിൻ്റെ അപ്പുറം സൈഡാണോ? അതെ, അതാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നു. അതെ, അതാണ് ആ ഭാഗത്ത് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആണ് രാജാവ് ആഘോഷങ്ങളൊക്കെ വീക്ഷിച്ചിരുന്നത്. സ്വാഭാവികം. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് മുകളിലേക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? കണ്ടോ, ഇതൊക്കെ ഈ ഇത് വെച്ചിരിക്കുന്നത് അല്ല, ചിലപ്പോൾ വെയിലടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും. എൻ്റെ മോനെ, ആ എന്തൊരു ഏരിയ അല്ലേ? അല്ല, ചില ഫൗണ്ടനൊക്കെ ആയിരിക്കും, കുളങ്ങളും സ്ട്രക്ചറും. അവിടെ എല്ലാം എന്തൊക്കെയോ ഉണ്ട്. ആനനെ കാണുന്നുണ്ടോ അവിടെ? അതിന്റെ അപ്പുറത്തേക്കും ഉണ്ട്. ഇതിന്റെ എൻക്ലോഷർ തന്നെയാന്ന് തോന്നുന്നു. ഇതിന്റെ ഭാഗം തോന്നുന്നു. ഈ ഭാഗം മൊത്തം അതെ. എന്നതാലടി ഇത് പഴയത് കാണാം. ഈ കെട്ടിടങ്ങള്, ബസാറുകളോ, തൂണുകളോ എന്തെങ്കിലും കാണാം. എല്ലാം എന്റെ ഹംപി, ഒരു ഹംപി, ഒരു നമ്മൾ ഫോട്ടോയിലൊന്നും കണ്ടാലും മനസ്സിലാവുന്ന സംഗതിയല്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കണ്ടാൽ പോലും ഹംപി എന്നാന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളം കൊണ്ടുവന്ന് പാത്തി നോക്കിടി. അവിടെ പോവാട്ടോ. അവിടെ പോയി ക്ലോസപ്പ് എടുക്കാം. ഓ, ഇതാണ് നമ്മുടെ ആ നമ്മളിപ്പോൾ പറഞ്ഞ കുളം. ഈ
ആ പാത്തി കൂടി വെള്ളം. അപ്പോൾ ഇതിന് മാത്രം ഈ ഇത്രയും മുകളിൽ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത്? ഇത് അത്യാവശ്യം ഉയർന്ന സ്ഥലമല്ലേ, ഇവിടെ എങ്ങനെ വെള്ളം എത്തിച്ചിട്ടുണ്ടാവും? ഞങ്ങളിവിടെ കണ്ട കൊത്തുപണികളിൽ ഞങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾ ഒത്തിരി ആയുധങ്ങൾ ഏന്തി അല്ലെങ്കിൽ ഒത്തിരി ആക്ഷൻസ് ചെയ്യുന്ന തരത്തിലുള്ള കൊത്തുപണികളുണ്ട്. നമ്മളിങ്ങനെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ കുതിരകളെ മേയ്ക്കുന്ന സ്ത്രീകൾ, അമ്പ് ചെയ്യുന്ന സ്ത്രീകൾ, വേട്ടയാടുന്ന സ്ത്രീകൾ, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സ്ത്രീകൾ, അങ്ങനെ പലതരത്തിലുള്ള സ്ത്രീകളുടെ കൊത്തുപണികൾ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. കാട്ടുപന്നിയെയും മാനിനെയും ഒക്കെ വേട്ടയാടുന്ന സ്ത്രീകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് കുതിരയെ മേച്ചുകൊണ്ട് പോകുന്ന, കുതിരപ്പുറത്തേറി നിൽക്കുന്ന സ്ത്രീകൾ, അങ്ങനെ വേറെ ഒരു കൂട്ടം കൊത്തുപണികൾ. അതിൻ്റെ മുകളിലായിട്ട് ഒട്ടകം, ആന, അങ്ങനെ വിവിധ ഒരു ഹൈറാർക്കി, പല തട്ടിൽ ഉള്ള, ചിലപ്പോൾ പല തരത്തിലുള്ള ജീവിതങ്ങളായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ രാജാവ് തൊട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ പല തട്ടുകളിലായിട്ട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു അത് കാണാൻ. ഈ റോയൽ എൻക്ലേവിലേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് അന്നത്തെ കാലത്ത് കൊത്തി ഉണ്ടാക്കിയ കൽപ്പാത്തികളാണ് നമ്മൾ കാണുന്നത്. ചേട്ടാ ഇതില്ലേ, ഇത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് എഴുതിയേക്കുന്നത്. അവിടെ ബ്ലാക്ക് സ്റ്റോൺ ഈ പരിസരത്ത് എവിടെയും ബ്ലാക്ക് സ്റ്റോൺ അവൈലബിൾ അല്ല. അപ്പൊ ഇവര് ബ്ലാക്ക് സ്റ്റോൺ വെച്ചല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നേ. അപ്പൊ അതിനർത്ഥം അവർ എവിടുന്നെങ്കിലും ബ്ലാക്ക് സ്റ്റോൺ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാവാം. പിന്നെ അങ്ങനെയല്ലേ വഴിയുള്ളൂ. പിന്നെ ഈ പാത്തിയില്ലേ, ഈ പാത്തിയിലൂടെയാണ് വെള്ളം ഇതിനകത്ത് എത്തിക്കുന്നത്. അപ്പൊ ഈ പാത്തി കമലാപുര എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് വരുന്ന പാത്തിയാണ്. കമലാപുരയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണിത്. ഇപ്പോഴും നല്ല കണ്ടീഷനിലാണെന്നാ പറയുന്നത് ഈ പാത്തി. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ
ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് വിട്ടു പോയാലോ? നമ്മൾ ഏകദേശം ഈ ഭാഗത്ത് കവർ ചെയ്തു തോന്നുന്നു. കവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആഴ്ചകളോളം താമസിക്കും. അതുപോലെ സ്ഥലങ്ങളാണ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫാസ്റ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ ഇനി നേരെ അടുത്ത പ്ലേസിലേക്ക് പോവാം. അതെ.